ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ഇവനാളൊരു വല്ലവൻ. കൃഷി എന്ന് പറയുന്നത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. ചുമ്മാ ഞാൻ കാണുന്നില്ലല്ലോ. ചെറുപ്പത്തില് അധ്വാനിച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ് ഗായ്സ്. ലോക്കൽ ചാനലിൽ എനിക്ക് ന്യൂസ് റീഡർ ആയിട്ടും ആങ്കർ ആയിട്ടും ജോലി കിട്ടി. അങ്ങനെ ഞാൻ ഏകദേശം 2.5 വർഷക്കാലം ന്യൂസ് റീഡർ ആയി. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ആ സമയത്ത് തന്നെ എനിക്ക് ബാങ്ക് ജോലിയും കിട്ടി. അങ്ങനെ 10 വർഷത്തിലധികം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ബാങ്ക് മാനേജർ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറാനായിട്ട് ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാഷ് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കാര്യമാണെന്ന്. കേരളത്തിലെ സ്ത്രീജനങ്ങളിൽ നെഞ്ചിലേറ്റിൽ അളിക്കുന്ന ഒരു നോവലിസ്റ്റ് കൂടിയാണ്. അത് കഴിഞ്ഞ് എന്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങി, എന്നേരം തുഴഞ്ഞ് എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര്. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. എന്റെ 2ാമത്തെ പുസ്തകം എഴുതി കംപ്ലീറ്റ് ആയിട്ട് അത് പ്രസാധകർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ യുവമാർ ഈ ലക്കത്തിൽ ഇട്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ലോഞ്ച് ഉണ്ടായി. തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ?